ഇന്ന് നമുക്കേ വാഴക്കയും ചെമ്മീനും കൂടെ ഒന്ന് മുളകിട്ടാലോ? ഈ മുളകിടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് രണ്ടും കൂടെ ഒന്ന് മുളകിട്ട് വെക്കാം. ചെമ്മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ചെമ്മീൻ, കായ, പിന്നെ ഇതാ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കൊടംപുളിയാണ് കേട്ടോ, അത് ഒരു ചുള എടുത്തിട്ട് മുറിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, ഇതൊക്കെ തന്നെ മതി. അപ്പം നോക്കാം. ചട്ടിയിലെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിഞ്ച് ഉലുവ ഇട്ട് ഉലുവ എന്ന് മൂത്ത് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാവേ. ഒക്കെ പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാവേ. ആയിട്ടൊന്ന് വഴന്നോട്ടെ. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴരട്ടെ. സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു തക്കാളി മുറിച്ച് വെച്ച് അങ്ങിട്ടേക്കാം. ഇതും നന്നായിട്ടൊന്ന് വഴരട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ നമ്മളിതാ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയില്ലേ, അതും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് വെള്ളത്തിൽ കുഴച്ചൊന്ന് മിക്സ് ചെയ്യാം. മുളകും മഞ്ഞപ്പൊടിയും കൂടെ വെള്ളത്തിൽ കുഴച്ച് വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ അകത്തെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ കേട്ടോ. നല്ലപോലെ മൂത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുളകൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കൊടംപുളി, ഇത് മതി, കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും. നല്ല പോലെ തിളക്കട്ടെ. മൂടി വെച്ച് നല്ലപോലെ തിളക്കട്ടെ. മീനിന്റെ മസാലയൊക്കെ തിളച്ചു വരുന്നിട്ടുണ്ട്. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായില്ലേ, ഇത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കായ ഒന്ന് വെന്തോട്ടെ. ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. മീൻ അധികം വേവില്ലല്ലോ. തന്നെയല്ല, ഈ ഉപ്പും പുളിയൊക്കെ ഈ കായ പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്. ഈ മൂടി വെച്ച് ഒന്ന് വെന്തോട്ടെ. നമ്മുടെ ചെമ്മീനും പച്ചക്കായും കൂടെ മുളകിട്ടത് എന്തായെന്ന് നോക്കണ്ടേ? തുറന്നു നോക്കാവേ. കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇതിനി ഇരുന്നൊന്ന് നല്ല പോലെ കുറുകുവേ. എന്നാലും ഇത്രയും ഒരു ചാറ് വേണം കേട്ടോ. ചോറിനത്തൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിലേ. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകത്തിന് നോക്കണം. പുളി കൂടുതലാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കുടംപുളി എടുത്ത് മാറ്റണം കേട്ടോ. ഓവർ ഒരു പുളി വേണ്ടേ, എന്നാലും നല്ല ഒരു എരിവും പുളി ഒക്കെ ഉള്ള ഒരു മുളകിട്ടതാണേ. അപ്പൊ അതാ നോക്കിയേ, സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം. നല്ല ഒരു കറിയാ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓക്കെ, ഇല്ല എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.